മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉൾപ്പെടെ സന്ദർശന വിഭാഗത്ത് ആവശ്യമാണ്. അവരൊക്കെ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ പീക്ക് ടൈമിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത്, സിറ്റിയുടെ ഹൃദയഭാഗത്ത് വർഷങ്ങളായി ഇങ്ങനെ ഒരു കടകൾ കെട്ടിയിട്ട് ഒരാൾ പോലും വാടകയ്ക്ക് എടുക്കാനില്ല, തിരിഞ്ഞു നോക്കാനില്ല, ഒരു കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചു, ഇതുപോലെ വ്യാപകമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ അൺസയൻറ്റിഫിക്കാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ചീഫ് സെക്രട്ടറിയോട് മീറ്റിംഗ് വിളിക്കുവാനും സയൻറ്റിഫിക് ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ മ്യൂസിയത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അശാസ്ത്രീയമായ നിർമ്മിതിയാണ്. എന്ത് തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ നടന്നതെന്ന് തന്നെ അത്ഭുതപ്പെട്ടു പോകും. അല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരും. കാരണം ഇങ്ങനെ സർക്കാരിൻ്റെ പണം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങൾ ഇനി അനുവദിക്കുകയുമില്ല. അപ്പോൾ അതിനു മുൻപ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇത് നമുക്കിനി അങ്ങനെ പഴയക്കളയാൻ സാധിക്കില്ലല്ലോ. ഇതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള കുറിച്ച് ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, കമ്മികളെ ഒന്നും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ മേയർ വി രാജേഷ് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയെ, അതായത് കേന്ദ്ര ഭവന നഗരകാര്യ സഹമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അന്നത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുന്നു നേരിട്ട്. അതും വലിയ രീതിയിൽ ജനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പോലും ആ ബിൽഡിങ്ങുകളിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല. അശാസ്ത്രീയമായിട്ട് തോന്നിയതുപോലെ കട്ടമുടിച്ചത് കൊണ്ടാ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ബിൽഡിംഗ് പോലും പൊട്ടിക്കിടക്കുക. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതെങ്ങനെയും ഒന്ന് ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ പോക്കറ്റിലിടാൻ ശ്രമിച്ചോ, പൊതുജനത്തിന്റെ പണം കട്ടമൊടിച്ചോ. അതിനെതിരെ വി രാജേഷ് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് കമ്മികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക കേരള ജനതയ്ക്ക് വേണ്ടി. എൻ്റെ ഒരു കാര്യം പറയാ, തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുക. കാരണം മറ്റൊന്നല്ല, ഞാനൊരു കോഴിക്കോട്ടുകാരനാ. കോഴിക്കോട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥ ഞാനൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. പ്രമുഖ മാധ്യമങ്ങൾ അവരുടെ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു അക്ഷരം മിണ്ടില്ല. ഇനി എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും. ഞാനൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം. കോഴിക്കോട് നഗരത്തിലെ KSRTC ടെർമിനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഗരസഭ ആരാ ഭരിക്കുന്നത്? ആരാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആരാ? ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2015 കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ള 75 കോടിയോളം രൂപ ചെലവഴിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിട. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയാ. കോഴിക്കോട് KSRTC ടെർമിനൽ ബലക്ഷയം പ്രതീക്ഷിച്ചതിലും ഏറെ 90% തൂണും ബലപ്പെടുത്തണം. കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയം സംബന്ധിച്ച് മദ്രാസ് IITയുടെ അന്തിമ റിപ്പോർട്ട് ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ കൈമാറി. അതായത് ഇത് 2023 ജനുവരി 25 മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത. 2023 കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയം സംബന്ധിച്ച് മദ്രാസ് IITയുടെ അന്തിമ റിപ്പോർട്ട് ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ കൈമാറി. ബലക്ഷയം പ്രതീക്ഷിച്ചതിലും അധികമാണെന്ന് IIT റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണം. 29.60 കോടിയോളം രൂപ ഇതിനായി ചിലവ് വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇനിയും 30ഓളം കോടി രൂപ ചിലവഴിച്ചാലേ അത് നേരാവണ്ണം നിലനിൽക്കൂ എന്നാ പറയുന്നത്. അതായത് 75 കോടിയോളം രൂപ ചിലവഴിച്ച KSRTC ടെർമിനൽ കോഴിക്കോട് നഗരത്തിലെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ പോയിട്ട് പരിശോധിക്കാം. പൂട്ടിക്കിടക്കുക. KSRTC നിർത്തുന്ന സ്ഥലം ഒഴിച്ച് ഓരോ ഫ്ലോറിലേക്കൊന്ന് കയറി നോക്കണം. പൂട്ടിക്കിടക്കുക, ഒരു മനുഷ്യനില്ല. നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിട 75 കോടിയോളം രൂപ ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി എന്ന് അന്വേഷണം നടത്താൻ കോഴിക്കോട് BJP ഭരിക്കുന്ന ഒരു നഗരസഭയില്ല. നമ്മൾ പ്രത്യേകം ഓർക്കണം, ആരാ കോഴിക്കോട് നഗരസഭ ഭരിക്കുന്നത്? ആരാ കേരളം ഭരിക്കുന്നത്? ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇറങ്ങൂല. കാരണം എന്താ? ഊട്ടുകൃഷിയാണല്ലോ കേരളത്തിലുടനീളം. എന്തേ തലസ്ഥാന നഗരിയിൽ ഇടതുപക്ഷത്തിനെതിരെ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ കോടികൾ തട്ടിപ്പ് ഇടതുപക്ഷം നടത്തിയെന്ന് ശബരിനാഥ് ഇറങ്ങിയിട്ട് വിളിച്ചു പറയാത്തത്?
കോൺഗ്രസ് ഇറങ്ങി വിളിച്ചു പറയോ ഇവരൊരു കൂട്ടുകൃഷിയാ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. BJP-യുടെ ഒരു നഗരസഭ, അതായത് കോഴിക്കോട് നഗരസഭ BJP ഭരിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ ഇനി അധികം വൈകാതെ അനുഭവിക്കുമോ എന്ന വലിയ ഭയമുണ്ട്. മദ്രാസ് IIT റിപ്പോർട്ട് കൊടുത്ത കാര്യം ഞാൻ ഈ വാർത്ത വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. ബലക്ഷയമുണ്ട്, മഴക്കാലമാണ്. ഈ സമയത്തും അതിനെതിരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്താണ് അവസ്ഥ? KSRTC ടെർമിനലിന്റെ അവസ്ഥ, ആ ഉണ്ടാക്കിയിട്ടുള്ള 75 കോടിയോളം രൂപ ആരുടെ പോക്കറ്റിലേക്കൊക്കെയാ പോയത്? കോഴിക്കോട് നഗരത്തിൽ ഒരു ബിൽഡിംഗ് മാന്യമര്യാദക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുന്ന രീതിയിൽ ഒന്ന് ആ കൂടുതൽ പൊതുഖജനാവിലേക്ക് പണം എത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കട്ടുമുടിച്ചിട്ടല്ലേ? തിരുവനന്തപുരത്ത് ജനത ചെയ്തത് വലിയ നീതിയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കട്ടുമുടിച്ചവരെ വേട്ടയാടുക PV രാജേഷിന്റെ നേതൃത്വത്തില്. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് VV രാജേഷ് തലസ്ഥാന നഗരിയിൽ ചെയ്യുന്നത്. അതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരണോ. അദ്ദേഹം നിരന്തരം കമ്മികളെ വേട്ടയാടുക. അത് കമ്മികൾ കൊങ്ങികൾ എന്നൊന്നുമില്ല. നാടിന്റെ പൊതുപണം ആര് കട്ടുമുടിച്ചാലും പൊതുജനത്തിനൊപ്പം നിന്ന് പോരാട്ടം നടത്തണോ, അവർക്കൊപ്പേ ജനം ഉണ്ടാവും. അതിൽ BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ CPM ആണെന്നോ നോക്കിയല്ല ജനങ്ങൾ കൈയടിക്കുക. VV രാജേഷ് ചെയ്താൽ അത് BJPക്ക് തന്നെയാ കൈയടിക്കുക. ഒരു അർത്ഥം ആർക്കും തന്നെ വേണ്ട. ഇത് തലസ്ഥാന നഗരിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടതല്ലേ. അവിടെ പോയിട്ട് VV രാജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി, ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് അന്വേഷണം നടത്തി കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ നടത്തുന്നത് തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്നുള്ളത് തലസ്ഥാന നഗരിയിൽ പോലും അതായത് അടച്ചിട്ടിരിക്കുക. ബിൽഡിങ്ങുകൾ, അതായത് റൂമുകളൊക്കെ അടച്ചിട്ടിരിക്കുക. അവിടെ ആർക്കെങ്കിലും കച്ചവടം ചെയ്യാൻ സാധിക്കും? ആ രീതി, ആ യാഥാർത്ഥ്യം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ട് അവിടം കൊണ്ട് VV രാജേഷ് അവസാനിപ്പിക്കുന്നില്ല. അവിടെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കേന്ദ്ര സഹമന്ത്രിയെ ഇവിടേക്ക് എത്തിച്ചോ, കാര്യങ്ങൾ ബോധിപ്പിച്ചോ. കാട്ടുമുടിച്ചവരുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോ കാട്ടുമുടിച്ചവരുടെ നെഞ്ചെടുപ്പ് കൂടുക തന്നെ ചെയ്യണോ? ഇടതുപക്ഷം കട്ടു എന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം UDF-നെ പോലെ അവർക്ക് പരവധാനി വിരിച്ചു കൊടുക്കുന്നില്ല. മറിച്ച് ആ കട്ടു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് BJP ഭരണത്തിലെത്തുമ്പോൾ കൃത്യമായിട്ട് തെളിവ് സഹിതം കാണിച്ചുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. CPM-ന്റെ ഗുണ്ടകൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഓഡിറ്റോറിയങ്ങൾ പിടിച്ചെടുക്കുക. ഇവർ കട്ടുമുടിച്ച് ഓരോന്നും പൊതുജനത്തിന് വേണ്ടി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. അതേസമയം UDF ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തൊക്കെ പാട്ടൊക്കെ പാടി രംഗത്തെത്തിയവർ എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കുന്നുണ്ടോ? ആരെങ്കിലും പിടിച്ച് തൂക്കിയെടുത്ത് ഉള്ളിലിടുന്നുണ്ടോ? ഇല്ല. കൂട്ടമായിട്ടെടുത്ത് തൂക്കിയെടുത്ത് ഉള്ളിലിടുന്നുണ്ടില്ല. ഇവർ കൂട്ടുകൃഷിയാ. UDF-ഉം LDF-ഉം കേരളത്തിൽ കൂട്ടുകൃഷിയാ നടത്തുന്നത്. കോഴിക്കോട്ടൊക്കെ BJP-യുടെ ഒരു നഗരസഭ ഇല്ലാതെ പോയതിൽ കോഴിക്കോട്ടുകാർ പോലും വേദനിക്കുമെന്നുള്ളതായി യാഥാർത്ഥ്യം. കാരണം KSRTC ടെർമിനലൊക്കെ കാട്ടുമുടിച്ചത്. ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള വ്യാപാരികളോടൊക്കെ ഒന്ന് ചോദിക്കണം അവിടെയുള്ള അവസ്ഥ എന്താണെന്ന്. ആർക്ക് വേണമെങ്കിൽ പോയിട്ട് നോക്കാം. 2ാം നിലയിൽ 3ാം നിലയിലേക്കൊക്കെ ഒന്ന് കയറി നോക്കണോ? ശൂന്യമാണ്, ഒന്നുമില്ല. നഗരത്തിലുള്ള ബിൽഡിങ്ങിന്റെ അവസ്ഥ അത് ചോദ്യം ചെയ്യാൻ പോലും ഒരാളില്ല. അത് ചോദ്യം ചെയ്യാൻ പോലും ഈ പറയുന്ന കോഴിക്കോട് നഗരസഭ, ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ആരുമില്ല. ഇതൊക്കെ സകല മലയാളികൾ ഈ തലസ്ഥാന നഗരിയിൽ BJP അധികാരത്തിൽ എത്തിച്ചതിന് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജനതയോട് കേരള ജനത നന്ദി അറിയിക്കുക. കാരണം എന്താ? ഇതുപോലെയൊക്കെ കട്ടുമുടിച്ചവരെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കേരള ജനത ഇപ്പൊ തിരിച്ചറിയാം. ഇത് വരുന്ന ഇലക്ഷനുകളിലൊക്കെ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ BJPക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.